തിരുവനന്തപുരത്ത് ഒരു ദളിത് യുവതിക്ക് നേരിടേണ്ടി വന്നത് പോലീസിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവം എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴും ചില പുഴുക്കുത്തുകൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള പുഴുക്കുത്തുകളെ കൂടി തുറന്നു കാണിക്കുക, അവരെ മാറ്റി നിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വവും സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ആ ഉത്തരവാദിത്വം സർക്കാർ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, മനുഷ്യരാണ്, പലവിധമാണ്, പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള കയ്യിലിരിപ്പുമുള്ളവരാണ്. അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാവുകയുള്ളൂ. ആ ഉള്ളിലിരിപ്പ് പുറത്തറിഞ്ഞവരെ മാറ്റി നിർത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഏതായാലും കർശനമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ SIയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനി മറ്റു പോലീസുകാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്ന്. ഷീജ, നമ്മളെ ഏറെ ദുഃഖിപ്പിച്ച, വേദനിപ്പിച്ച ഒരു സംഭവമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. ആ യുവതിക്ക് നേരിടേണ്ടി വന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം. അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അതേ രീതിയിൽ സർക്കാർ നടപടിയെടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ SIയെ സസ്പെൻഡ് ചെയ്തു. അതിനപ്പുറത്തേക്ക് ആ പരാതിയിൽ യുവതി ഉന്നയിക്കുന്ന മറ്റു പോലീസുകാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും മനു, അതായത് ഈ പരാതിയിൽ ഈ ദളിത് യുവതി തന്നെ പറയുന്നുണ്ട്, തന്നെ മാനസികമായി പീഡിപ്പിച്ചത് ഈ ഒരു SI മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അത്രത്തോളം വലിയ മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് താൻ കടന്നുപോയത്. കാരണം ഒരു രാത്രി മുഴുവൻ, അതിനൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം ഉച്ചവരെയും ആ പോലീസ് സ്റ്റേഷനിൽ തുടരേണ്ടി വന്നു. വലിയ തോതിലുള്ള മാനസിക ബുദ്ധിമുട്ട് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടിയന്തരമായി സർക്കാർ നടപടിയിലേക്ക് കടന്നത്. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു SIയെ സസ്പെൻഡ് ചെയ്തത്. SIയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ തന്നെ ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ കന്റോൺമെന്റ് ACയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും കന്റോൺമെന്റ് ACയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് ഒരാളുടെ ഭാഗത്ത് നിന്ന് മാത്രമുണ്ടായ ഒരു വീഴ്ചയായിട്ടല്ല സർക്കാർ ഇതിനെ കാണുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ചില പുഴുക്കുത്തുകൾ ചിലയിടങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുക, അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഉടൻ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ദളിത് യുവതിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കുകയും ചെയ്തു, ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ SIക്കെതിരെ നടപടി ഉണ്ടായതിൽ സന്തോഷമുണ്ട്. പക്ഷേ തന്നെ മാനസികമായി പീഡിപ്പിച്ച മറ്റുദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് തനിക്ക് പൂർണ്ണമായും ഈ വിഷയത്തിൽ ഒരു തൃപ്തി ലഭിക്കുക എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. ഏതായാലും അവരുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി ശക്തമായിട്ടുള്ള നടപടി തന്നെയായിരിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല മനു. തീർച്ചയായും അതോടൊപ്പം തന്നെ ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഷീജ. ഇന്നലെ രാവിലെ ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയാകുന്നു. സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അത് വാർത്തയാക്കണം, അതിനെ ഇഴകീറി പരിശോധിക്കണം, ഒരു സംശയം വേണ്ട, അതിനെ അതിൻ്റെതായ രീതിയിൽ എടുക്കുക തന്നെ വേണം. പക്ഷേ അവിടെ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്താണ്? ഈ വാർത്തയ്ക്കപ്പുറത്തേക്ക് ഇത് ഏത് രീതിയിൽ സർക്കാരിനെതിരെ തിരിക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് ആ വാർത്ത കൊണ്ടുവരുന്നു, വലിയ തോതിൽ ആഘോഷിക്കുന്നു. പക്ഷേ വൈകുന്നേരം ബിന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് സർക്കാർ എടുത്ത നടപടികളിൽ ഞാൻ തൃപ്തയാണ്, എനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ രാവിലെ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്ന തരത്തിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ ആരായി, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു വാർത്ത അവരുടെ ഭാഗത്തു നിന്ന് വന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. തീർച്ചയായും മനു, കാരണം നമ്മൾ ഏത് വിഷയമുണ്ടായാലും അതിനെ എങ്ങനെ സർക്കാരുമായി ബന്ധപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനമായും മറ്റു മാധ്യമങ്ങൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്തയും വന്നത്. ആ വാർത്തയിൽ, അതായത് അത്തരത്തിൽ ഒരു മാനസിക ബുദ്ധിമുട്ട് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള ആ വിഷയത്തിന് നൽകേണ്ട പ്രസക്തിക്ക് പകരം അതിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തുക എന്നതിനായിരുന്നു കൂടുതൽ പേരും പ്രാധാന്യം നൽകിയത് എന്നുള്ളത് ഏറെ വ്യക്തമാണ്. പക്ഷേ ബിന്ദു കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു
എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ കൃത്യമായ രീതിയിൽ എന്താണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടിയിൽ തനിക്ക് തൃപ്തിയുണ്ട്. പക്ഷേ കൂടുതൽ പേർക്കെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത്. കാരണം ആ രീതിയിലുള്ളൊരു വലിയ പ്രയാസത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ആ വിഷയത്തെ അത്രത്തോളം ഗൗരവമായി കണ്ടതും അതിൽ ഉടനടി നടപടിയിലേക്ക് കടന്നിരിക്കുന്നതും. ഇനി അതിൽ കൂടുതൽ നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ശരി. ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് നമുക്ക് ഈ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഏതായാലും